യുഎഇയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന മനോഹരമായൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഒമാനിലെ മുസാന്തം. ഇത് ആക്ച്വലി ഒമാൻ എന്ന രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമല്ല. യുഎഇക്ക് അകത്ത് തന്നെയുള്ള ഒമാൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു ടെറിട്ടറിയാണ്. എന്താണ് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ പറയാം. അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവ്, അതുപോലെ ഹോർമുസ് കടലിടുക്കുകളിലൂടെ ഡോൾഫിനുകളെ കണ്ടുകൊണ്ടും കൂറ്റൻ ക്ലിഫുകളുടെ ഗംഭീരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടും നടത്തുന്ന ഒരു ബോട്ട് യാത്ര. ഇതല്ലാത്ത വേറെയും ടൂറിസ്റ്റ് ആക്ടിവിറ്റികളൊക്കെ ഇവിടെ ഉണ്ട്. ഓരോ ടൂർ കമ്പനികൾ സ്നോർക്കലിംഗ്, ഫിഷിംഗ്, ഡൈവിംഗ് പോലെയുള്ള ആക്ടിവിറ്റികളൊക്കെ ഓഫർ ചെയ്യാറുണ്ട്. നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്കത് ഇൻ്റർനെറ്റിൽ ബുക്ക് ചെയ്യാം. 2025 ഡിസംബർ 24 ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത്. ഞങ്ങൾ അബുദാബിയിൽ നിന്നാണ് മുസാന്തത്തിലേക്ക് പോകുന്നത്. അബുദാബിയിൽ നിന്ന് രാവിലെ ഒരു 5:30 സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് 310 കിലോമീറ്ററാണ് മാപ്പിൽ കാണിച്ചത്. 3.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാം. എന്നാലും അത്രയും ദൂരം നിർത്താതെ ഡ്രൈവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാവും. ഭക്ഷണം കഴിക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പലയിടത്തും നിർത്തി പോകാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഡോൾഫിൻ കസബ് ടൂർ എന്നാണ് നമ്മൾ മാപ്പിൽ സെർച്ച് ചെയ്തത്. ആ ടൂർ കമ്പനിയുടെ അഡ്രസ്സ് തന്നെയാണ്. ഒമാൻ്റെ മുസാന്തം ഗവർണറേറ്റിന് കീഴിലുള്ള ഒരു ഗ്രാമമാണ് കസബ്. അവിടെ നിന്നാണ് ഈ ബോട്ട് യാത്ര സർവീസ് നടത്തുന്നത്. അബുദാബിയിൽ നിന്ന് നേരെ ജബലലിയിൽ പോയി ജബലലിയിൽ നിന്ന് എക്സിറ്റ് 22 വഴി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് കയറി, പിന്നെ ഷാർജ കഴിഞ്ഞിട്ട് എമിറേറ്റ്സ് റോഡിലേക്ക് കയറിയിട്ട് ഉമ്മുൽ ഖുവൈനും റാസൽ ഖൈമയൊക്കെ പിന്നിട്ട് റാസൽ ഖൈമയുടെ അറ്റത്തുള്ള അൽദാറ ബോർഡർ വഴിയാണ് നമ്മൾ മുസാന്തം പ്രവിശ്യയിലേക്ക് എൻട്രി ആവുന്നത്. പ്രധാനപ്പെട്ട ഹൈവേകളിലൂടെ മാത്രം പോകുന്നതുകൊണ്ട് തന്നെ സിറ്റി ഏരിയയിലേക്കൊന്നും അധികം ടച്ച് ചെയ്യാതെയുള്ളൊരു യാത്ര ആയിരിക്കും ഇത്. അപ്പോൾ ഭക്ഷണം കഴിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പെട്രോൾ സ്റ്റേഷനുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. വേറെ നല്ല റെസ്റ്റോറൻറ്റുകളൊന്നും ഈ റൂട്ടിൽ അത്ര കണ്ടിട്ടില്ല. യുഎഇയിൽ നിന്നും മുസാന്തത്തിലേക്ക് 2 വഴി നമുക്ക് പോകാം. ഒന്ന് ദിബ്ബ വഴിയും മറ്റേത് റാസൽ ഖൈമ അൽദാറ ബോർഡർ വഴിയും. ഈ അൽദാറ ബോർഡർ വഴി തന്നെ പോകണം, എന്നാലേ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഡ്രൈവ് ആസ്വദിച്ചിട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു 9:30 ആകുമ്പോൾ, രാവിലെ 9:30 ആയപ്പോൾ ഞങ്ങൾ അൽദാറ ബോർഡറിലെത്തി. ഇവിടെ ഫോട്ടോസും വീഡിയോസൊന്നും അലൗഡല്ല, അതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇവിടെ യുഎഇയുടെ ഒരു എമിഗ്രേഷൻ ഓഫീസുണ്ട്. അവിടെ നമ്മുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും വണ്ടിയുടെ രജിസ്ട്രേഷൻ കാർഡും കൊടുക്കണം. അതുപോലെ യാത്രക്കാരെല്ലാവരും എമിഗ്രേഷൻ ഓഫീസിൽ പോകണം. ആൾക്കാരെയും ഡോക്യുമെൻസും എല്ലാം പരിശോധിച്ചതിന് ശേഷം അവർ പാസ്പോർട്ടിൽ എക്സിറ്റ് സ്റ്റാമ്പ് ചെയ്ത് തരും. ഒരാൾക്ക് 30 ദിറംസാണ് അതിന് ചാർജ് വരാം. അവിടെ നിന്ന് കിട്ടുന്ന ആ പേപ്പർ ചെക്ക് പോയിന്റിൽ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് യുഎഇയിൽ നിന്നും എക്സിറ്റ് ആവാം. അടുത്തത് ഒമാനിലേക്ക് പ്രവേശിക്കാനുള്ള നടപടിക്രമങ്ങളാണ്. അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു കെട്ടിടം. അവിടെ അറൈവൽ ഹാൾ എൻട്രി വിസ എന്നുള്ളൊരു ഡോറ് കാണാം. അതിലൂടെ കയറി കഴിഞ്ഞാൽ ഈ ഒമാൻ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് എത്താം. അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഒമാൻ ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ഇവിടെ തന്നെയുള്ള തൊട്ടടുത്ത കെട്ടിടത്തിൽ ഒരു ഇൻഷുറൻസ് ഓഫീസുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഒമാൻ ഇൻഷുറൻസ് എടുക്കണം. നമ്മുടെ വണ്ടിക്ക് മിനിമം 5 ദിവസത്തേക്കാണ് നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുക. അതിന് ചാർജ് വരുന്നത് 12 ഒമാനി റിയാൽ, അതല്ലെങ്കിൽ 120 ദിർഹംസ്. അത് അവിടെയുള്ള ഒരു കിയോസ്ക് നിന്നാണ് നമുക്കത് എടുക്കാൻ പറ്റുക. അപ്പോൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വഴിയൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ആ പേപ്പറും പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും വണ്ടിയുടെ രജിസ്ട്രേഷനും ഒക്കെ എടുത്ത് അറൈവൽ ഹാൾ എന്നുള്ള ഈ ഒരു ഡോറിലൂടെ കയറിയിട്ട് എമിഗ്രേഷൻ ഓഫീസിൽ ചെന്ന് പാസ്പോർട്ടിൽ എൻട്രി സ്റ്റാമ്പ് ചെയ്യണം. അത് അവർ പേപ്പറൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. ആ ഒരു സ്റ്റാമ്പിങ്ങിന് അവർ പ്രത്യേകിച്ച് അങ്ങനെ ചാർജൊന്നും വാങ്ങിച്ചിട്ടില്ല. അതായത് ഒമാൻ വിസയ്ക്ക് ചാർജൊന്നും വാങ്ങിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് വരുന്ന ഒരു പേപ്പർ ചെക്ക് പോയിന്റിൽ കാണിച്ചിട്ട് നമുക്ക് ഒമാനിലേക്ക് പ്രവേശിക്കാം. അവിടെ തന്നെ നമ്മുടെ വാഹനങ്ങളുടെ അകം പരിശോധിക്കും. നിരോധിതമായിട്ടുള്ള സാധനങ്ങളൊന്നും വണ്ടിയിലില്ല എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്താം. അത് കഴിഞ്ഞിട്ട് പിന്നെ മുസാന്തം ഏരിയയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി കാഴ്ചകളുടെ ഒരു പറുദീസ ആരംഭിക്കുകയാണ്. മനോഹരമായ നീലാകാശത്തിന് കീഴെ ഒരു വശത്ത് പരന്ന് കിടക്കുന്ന നീലക്കടലിൻ്റെ അതിഗംഭീരമായ കാഴ്ചകൾ, മറുവശത്ത് ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ ഹജർ മലനിരകൾ എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി തന്നെ കല്ലുകൾ അടുക്കി വെച്ചിട്ട് ഭംഗിയായിട്ട് കൊത്തുപണികളൊക്കെ നടത്തിയ കൂറ്റൻ ശില്പങ്ങൾ പോലുള്ള മലനിരകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. ഈജിപ്തിലെ പിരമിഡുകളൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിയുടെ നിർമ്മിതികളാണ് ഈ മലകൾ. വളരെ നല്ല റോഡാണ് ഇത്. ആക്ച്വലി ഒരു 2-വേ റോഡാണ്. ധാരാളം തിരിവുകളും വളവുകളും കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്ന ദിവസം അധികം ട്രാഫിക്കുകളും തിരക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് വലിയ ട്രക്കുകളൊക്കെ പാസ് ചെയ്യും. 2-വേ റോഡായതുകൊണ്ട് തന്നെ ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. 80 കിലോമീറ്ററാണ് ഈ ഒരു ഏരിയയിലെ വേഗപരിധി. പ്രകൃതി അണിച്ചൊരുക്കി ഈ അതിഗംഭീരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാം. ഇടയ്ക്ക് വീടുകളും കൊച്ചു ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പിന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. ഈ വഴി തന്നെ വണ്ടി നിർത്തിയിട്ട് ബീച്ചിലേക്ക് ഇറങ്ങുകയും അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഖസബ് പ്രവിശ്യയിലെത്തി. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പലവിധ ടൂർ ആക്ടിവിറ്റികൾ ഓഫർ ചെയ്യുന്ന നിരവധി ടൂർ കമ്പനികളുണ്ട്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അത് നേരത്തെ ബുക്ക് ചെയ്യാം. ഞങ്ങൾ പ്രീ ബുക്കൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഡോൾഫിൻ കസബ് എന്ന് മാപ്പ് ഇട്ടിട്ട് നേരെ ഇവിടേക്ക് വന്ന് ഇവിടെ പേയ്മെൻറ്റ് നൽകിയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ ചാർജ് വരുന്നത് അഡൾട്ടിന്
100 ദിർഹംസാണ് ചാർജ്. ചൈൽഡിന് 50 ദിർഹംസ്. ഞങ്ങൾ 2 അഡൾട്ട്സും ഒരു ചൈൽഡും ഒരു ഇൻഫൻറ്റുമാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ നമ്മൾ 25 ഒമാനി റിയാൽ, 250 ദിർഹം ആണ് ഇവിടെ പേയ്മെൻറ്റ് നൽകിയത്. ഇവർ ഓഫർ ചെയ്യുന്നത് 3.5 മണിക്കൂർ ബോട്ട് യാത്രയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇതിൽ ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല. ദിവസേന 2 ബോട്ട് സർവീസുകളാണ് ഇവർക്കുള്ളത്. രാവിലെ 8:30ക്കും ഉച്ചയ്ക്ക് 1:30ക്കും. ഞങ്ങളെത്തുമ്പോൾ ഒരു 11:30 ആയിരുന്നു. അപ്പോൾ ബോട്ട് യാത്രയിൽ ഫുഡൊന്നും ഇൻക്ലൂഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് അവിടെ പേയ്മെൻറ്റൊക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് കസബ് ടൗണിലേക്ക് പോയി. അവിടുന്ന് ഒരു 5 മിനിറ്റ് മാത്രമേ പോകാനുള്ളൂ. കസബ് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ, പാകിസ്ഥാനി മറ്റ് ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് അറൂസ് മുസന്ത് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ടൊരു ചിക്കൻ മന്തി കഴിച്ചു. അത് കഴിഞ്ഞ് ടൂർ ഓഫീസിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നു. ഇത് ഇവിടെയും ഒരു ചെറിയ ടൗണാണ് ഈ ടൂർ ഓഫീസ് ഉള്ള സ്ഥലവും. അടുത്ത് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, മറ്റ് ഷോപ്പുകളുണ്ട്, ATM മെഷീനുണ്ട്. ഏകദേശം 1 മണിയായപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളെ ബോട്ട് പുറപ്പെടുന്ന ഹാർബറിലേക്ക് ഇവർ ഗൈഡ് ചെയ്തു. ഇവരുടെ തന്നെ ഒരു വണ്ടി ഗൈഡ് ചെയ്തു. അതിനെ ഫോളോ ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ പിന്നാലെ പോയി. അവിടെ ആ ഒരു ഹാർബറിൽ എത്തിയതിന് ശേഷം അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ ബോട്ട് യാത്ര ആരംഭിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഈ ബോട്ട് യാത്ര. ഇറാനും മിഡിൽ ഈസ്റ്റിനും ഇടയിലാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. കടൽ കരയുടെ ഭാഗങ്ങളുടെ ഈ കരഭാഗങ്ങളുടെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന സ്ഥലങ്ങളാണ് കടലിടുക്കൽ എന്ന് പറയാം. അതിന് ചുറ്റും ഫിയോഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന കൂറ്റൻ മലനിരകളാണ്. അതിഗംഭീരമായ കാഴ്ചകളാണ്. ഞങ്ങളെ കൂടാതെ 4-5 ഫാമിലികൾ ബോട്ടിലുണ്ടായിരുന്നു. 1 മണിക്കൂറോളം കടലിൻ്റെ ഉള്ളിലേക്ക് പോയതിന് ശേഷം അവിടെ ഒരു സ്ഥലത്തെത്തുമ്പോൾ നിരവധി ഡോൾഫിനുകളുള്ള ഒരു സ്ഥലത്തും. അവിടെ നമുക്ക് ഒരുപാട് ഡോൾഫിനുകളെ കാണാം. ചിലപ്പോൾ ധാരാളം ഡോൾഫിനുകളുണ്ടാവും, ചിലപ്പോൾ 3-4 നമ്മൾ പോയപ്പോൾ ഒരു 3-4 മാത്രമേ കണ്ടുള്ളൂ. ശരിക്കും ഈ ഒരു ബോട്ട് യാത്ര വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുമ്പോൾ പോലെയുള്ള സീനറികളാണ് നിറയെ. പരന്ന് കിടക്കുന്ന നീലക്കടലിന് ചുറ്റും മനോഹരമായ കൂറ്റൻ മലനിരകൾ. ബോട്ടിൻ്റെ ശബ്ദം ഉണ്ടെങ്കിലും വളരെ ശാന്തമായൊരു അന്തരീക്ഷം. പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ബീച്ചുകളൊക്കെ ഉണ്ട്. ആൾത്താമസമൊന്നും ഇല്ലാത്ത വളരെ ഐസോലേറ്റഡ് ആയിട്ടുള്ള ബീച്ചുകൾ. ആ ബീച്ചുകളുടെ അടുത്തേക്ക് നമ്മുടെ ഈ വലിയ ബോട്ടുകൾ പോകില്ല. പക്ഷേ ചെറിയ ബോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് സന്ദർശകരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ചില ടൂർ സർവീസുകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ചാർജുകൾ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. ഇടയ്ക്ക് ഇവർ സോഫ്റ്റ് ഡ്രിങ്ക്സും ഫ്രൂട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ഥലത്തെത്തുമ്പോൾ നീന്താനുള്ള സൗകര്യമുണ്ട്. നീന്തൽ അറിയാത്തവർക്ക് ഇവർ ലൈഫ് ജാക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യും. അത് വെച്ചിട്ട് കടലിലിറങ്ങാം. ഞങ്ങൾ ആക്ച്വലി കടലിൽ ഇറങ്ങണം എന്ന് വിചാരിച്ചല്ല, പിന്നെ ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഇവിടെ കടലിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു സങ്കടം ആവുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കായ ടെലിഗ്രാഫ് ഐലൻഡിന് സമീപത്തേക്ക് ബോട്ട് പോകും. ഈ ടെലിഗ്രാഫ് ഐലൻഡ് എന്നുള്ളത് ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് അടുത്ത് പോയിട്ട് കാണുക എന്നുള്ളതൊരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. 1864 ആ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ ടെലിഗ്രാഫ് സ്റ്റേഷൻ ഉണ്ടായിരുന്നൊരു ദ്വീപാണിത്. കഷ്ടിച്ചൊരു 200-300 മീറ്റർ വിസ്തീർണ്ണമുള്ള ഈ ദ്വീപിൽ 10 വർഷത്തോളം ആ സമയത്ത് ആൾത്താമസം ഉണ്ടായിരുന്നത്ര. അത് കഴിഞ്ഞ് അത് കണ്ടിട്ട് പിന്നെ നേരെ തിരിച്ച് നമ്മൾ ഹാർബറിലേക്ക് മടങ്ങി വരികയായി. കസബ് പ്രവിശ്യയിൽ വേറെയും ചരിത്രപരമായ പ്രത്യേകതകൾ ധാരാളം. കസബ് ഫോർട്ട് പോലെയൊക്കെയുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല. വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ ബോട്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. പിന്നെ നേരെ അബുദാബിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. തിരിച്ചു പോകുമ്പോഴും ഒമാൻ എക്സിറ്റ്, അതുപോലെ UAE എൻട്രി ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. നമ്മളിങ്ങോട്ട് വരുമ്പോഴും തിരിച്ചു വരുമ്പോഴൊന്നും ബോർഡറിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ കസബിലുള്ള ചില ആൾക്കാർ പറഞ്ഞത് സീസണൽ സമയത്തൊക്കെ അവിടെ വലിയൊരു ക്യൂ ഒക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് പറഞ്ഞത്. വളരെ മനോഹരമായൊരു 1 ഡേ ട്രിപ്പായിരുന്നു. നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ UAEയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് പ്ലേസാണ്. എന്തായാലും പോയി കഴിഞ്ഞാൽ അതൊരു നഷ്ടമാവില്ല. നമുക്ക് ആ 1 ഡേ ട്രിപ്പ് നമ്മളെല്ലാവരും ഫാമിലി മൊത്തം പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടൊരു 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് നമ്മൾ അബുദാബിയിലെത്തി. രാവിലെ 5 മണിക്ക് വിട്ടതാണ്. തിരിച്ച് 10 മണിയാകുമ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് അബുദാബിയിലേക്ക് തിരിച്ചെത്തി.